الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن رسول الله صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് യഥാർത്ഥ ഭക്തന്മാരായി, വിശ്വാസികളായി, മുസ്ലിമീങ്ങളായി ജീവിതം നയിക്കണമേ എന്നെല്ലാവരെയും ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മുസ്ലിം ലോകം ഒന്നടങ്കം പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് ആ അനുഗ്രഹീത മാസം നമുക്ക് മുമ്പിലും എത്തുന്നു. സ്വാഭാവികമായും വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഒരതിഥി, ആ അതിഥിയെ എങ്ങനെയാണൊരു വിശ്വാസി അഭിമുഖീകരിക്കേണ്ടത്, എതിരേൽക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്? ഭൗതികമായി പല നിലക്കും നമ്മുടെ വീടുകളും അകത്തളങ്ങളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. സൽക്കാരങ്ങൾക്ക്, ഇഫ്താർ പാർട്ടികൾക്ക്, മറ്റുള്ള പലതരത്തിലുള്ള എല്ലാവിധ ഈ വാണിജ്യപരമായുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മനസ്സിൻ്റെ അകത്തളം ഒന്ന് സംസ്കരിക്കപ്പെടുക എന്നുള്ളതിനുള്ള സുവർണാവസരമായിട്ടാണ് ഈ റമദാൻ സമാഗതമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട്, പല ഉപദേശങ്ങളും കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വന്നു പോയി എന്നുള്ള നിലയിൽ മാത്രമല്ലാതെ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനുള്ള എന്ത് മാറ്റമാണ് എനിക്ക് ഈ റമദാനോടുകൂടി ഉണ്ടാവേണ്ടത്? നമുക്കറിയാം, സംസ്കരണങ്ങൾ പലപ്പോഴും വാക്ക് രൂപത്തിലും അതുപോലെ തന്നെ കർമ്മരൂപത്തിലും ഉണ്ടാവാറുണ്ട്. വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെപ്പറ്റി, നമ്മുടെ കുടുംബത്തെപ്പറ്റി, സാമ്പത്തിക ശേഷിയെക്കുറിച്ച്, മറ്റുള്ള ആത്മാഭിമാനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ തലമുറയിലെ വലിയ വീര ശൂര കഥകളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പല തുസക്കു അംഫുസക്കുന്ന, നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ ഞാൻ ഉഷാറാണ് എന്ന മട്ടിൽ പറയരുത്. ആത്മപ്രശംസകളെ ഇസ്ലാം എതിർക്കുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
അതിനെ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട മാറ്റമാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. നോക്കൂ, നിങ്ങൾ വിജയിച്ചവരാണ്, സ്വയം സംസ്കരിക്കപ്പെട്ട ആളുകൾ എന്നാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നോക്കൂ, നിങ്ങൾ മനുഷ്യ മനസ്സിനെ ആത്മസംസ്കരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ മനസ്സിനെ സംസ്കരിച്ച ആളുകൾ വിജയിച്ചിരിക്കുന്നു. അതിന് മലിനപ്പെടുത്തിയ ആളുകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ശരിയാ, മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവിധ തിന്മകളും കുടികൊള്ളുന്നത് എന്നതാണ് സത്യം. നമ്മൾ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അതിനൊരുപാട് അസംസ്കൃത വസ്തുക്കളുമാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ ഉടുപ്പ്, ഡ്രസ്സ്, വസ്ത്രം, അത് എന്തെല്ലാം പ്രക്രിയകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഒരുപാട് കർഷകരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ തീന്മേശകളിൽ അത് എത്തിച്ചേർന്നത്. പക്ഷെ അതിനൊക്കെ ഭൗതികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കണ്ടുപിടുത്തത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലൊക്കെ അത് എളുപ്പവും ലളിതവുമൊക്കെ. പക്ഷെ മനസ്സിനെ സംസ്കരിക്കുവാൻ അത് നമ്മൾ തന്നെ വിചാരിക്കണം. അത് ഈമാൻ കൊണ്ട് സംസ്കരിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങൾ നമുക്ക് പ്രചോദനമാകണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആത്മീയ പാഠങ്ങൾ എങ്ങനെയാണ് തൻ്റെ സമൂഹത്തിന്, തൻ്റെ സഹാബികളെ, അവർ ശരിയാണ് ജാഹിലിയയിൽ ജീവിച്ചവരാണ്, വലിയ അക്ഷര വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നു, അവർക്ക് വലിയ ഒരു രാജ്യഭരണത്തിൻ്റെ സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, നാടോടികളായി ജീവിച്ചു, പാവങ്ങളായി മരുഭൂമിയിൽ ആടിനെയും ഒക്കെ മേച്ച് ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തി ജീവിച്ചിരുന്നവരായിരുന്നു, കൃഷിയും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലിഹി ലമിനൽ ളാലിൻ. നോക്കൂ, നിങ്ങൾ വഴിപിഴച്ച ഒരു സമൂഹത്തിന് ഈ ഖുർആനും ഹദീസും ഓതിക്കൊടുത്ത്, പറഞ്ഞുകൊടുത്ത്, ആത്മീയ ചിന്തകൾ നൽകി, ദുനിയാവിൽ നിന്ന് അവരെ മാറ്റി പരലോകത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുവാനുള്ള ഒരു താൽക്കാലിക ഇടം മാത്രമാണ് ഈ ഭൂമി, ദുനിയാവ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് സംസ്കരണങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ. മനുഷ്യൻ്റെ താല്പര്യങ്ങൾ പൊതുവെ ആദ്യമായിട്ട് അവനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനോടുള്ള ഒരു ആർത്തി, അതവൻ്റെ അവസാനം വരെ ഉണ്ടാവും. പ്രായം കൂടുന്തോറും അത് കൂടിക്കൂടി വരുമെന്നാണ്. തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാന. സമ്പത്തിങ്ങനെ വാരി കൂട്ട, ഊണും ഉറക്കവും ഒഴിച്ച്, ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും മറന്ന്, താൻ ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റുള്ള ആളുകളുടെ വികാര വിചാരങ്ങളോ ആവശ്യങ്ങളോ ഒന്നും അറിയാത്തതുപോലെ തലമുറകളോളം സമ്പാദിച്ച് കുന്നുകൂട്ടുവാനുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആർത്തി മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ലിമിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചോളൂ. പക്ഷേ അതിന് നിശ്ചിതമായ ചില വിഹിതങ്ങളൊക്കെ ഉണ്ട്. പാവങ്ങളായ ആളുകളുടെ ചില അവകാശങ്ങളുണ്ടായില്ലേ, അവർക്കും നിങ്ങൾ വിഹിതം കൊടുക്കണം. കാരണം ഇത് അള്ളാഹു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ്. നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. അവൻ്റെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ വിവരം കൊണ്ടോ ഒന്നല്ല. അങ്ങനെയാണെങ്കിലോ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണമല്ലോ സമ്പന്നൻ. പക്ഷെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല നിലക്ക് അവരുടെ ഭാഗ്യത്തിനനുസരിച്ച് ഉയർന്ന രീതിയിൽ സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട്. അവിടെ വിദ്യാഭ്യാസമോ അവരുടെ അറിവോ അനുഭവങ്ങളോ ഒന്നും മാനദണ്ഡമാക്കാതെ, അപ്പോൾ അത് പഴയ കാലം മുതൽ തന്നെ അള്ളാഹു ചില കിസ്മത്തുകൾ അവൻ്റെ വിധി പ്രകാരം പലർക്കും വിധിച്ച് നൽകുന്നു. ചിലർക്ക് കൂടുതൽ, അത് ഒരുപക്ഷെ പരീക്ഷണത്തിനാവാം, ഒരുപക്ഷെ അനുഗ്രഹമാകാം. അതിന് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹുവിൻ്റെ കൂലി കിട്ടുന്ന, പ്രതിഫലം ലഭിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, സദഖ കൊടുക്കുന്ന, അന്യരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതാണ് അത് നൈമിഷികം, അത് പോകും വരും. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രനാവാം. കഴിഞ്ഞ തലമുറയിലെ ധനാഢ്യന്മാരായ ആളുകളൊക്കെ പിൽക്കാലത്ത്
ദരിദ്രരായിട്ട് ലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ, പെട്ടെന്നുള്ള ചില ദുരന്തങ്ങളൊക്കെ വരുമ്പം പണം പോക്കറ്റിലുണ്ടായത് കൊണ്ടോ ബാങ്ക് ബാലൻസുകളിൽ അതിൻ്റെ നമ്മുടെ കൂടുതലുണ്ടായത് കൊണ്ടോ ഒരു കാര്യമില്ലാത്ത സന്ദർഭങ്ങൾ മനുഷ്യരുണ്ടാവാം. അതൊക്കെ നമ്മൾ നേരിൽ കാണുന്നതാണ്. വെള്ളപ്പൊക്കങ്ങൾ, ഭൂകമ്പങ്ങൾ, അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ലോകത്ത് ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അല്ല നിങ്ങളുടെ മാനദണ്ഡം. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. പക്ഷെ ആ ഇഷ്ടം നിങ്ങൾ ഹലാലായി സമ്പാദിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല വാഹനം നമ്മുടെ കഴിവിനനുസരിച്ച്. പക്ഷെ അത് ഇസ്രാഫിന് വേണ്ടി അമിതമായോ അല്ലെങ്കിൽ അഹങ്കരിക്കാനോ ഉള്ളതാകരുത് എന്ന് മാത്രം. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് നമുക്ക് വീട് വെക്കാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇസ്ലാമികമായ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം സമ്പത്ത് ഒരു മനുഷ്യൻ്റെ സംസ്കരണത്തെ ഇല്ലാതെയാക്കി കളയുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇല്ല, ഇത് അള്ളാഹ് തന്നതാണ്, പടച്ചോൻ എപ്പോഴും തിരിച്ചു വാങ്ങാം. ലാഭങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കൂപ്പ് കുത്തുന്നത് നമുക്ക് കാണാം. അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നു പലരും. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് ഷുഹറത്ത്, പ്രസിദ്ധി, അതൊരു വികാരമാണ്. ചില ആളുകൾ എത്ര പണവും വീടൊക്കെ വിറ്റിട്ടും അവരെന്ത് ചെയ്യുന്നു? ആളാവാൻ വേണ്ടി എന്ന് പറയാൻ വേണേ പബ്ലിസിറ്റി, പോപ്പുലാരിറ്റി എന്നൊക്കെ പറയുന്ന അത് രാഷ്ട്രീയത്തിലും മതത്തിലും പല നിലക്കും ഉണ്ടാവാറുണ്ട്, എല്ലാ രംഗത്തും ഉണ്ട്. അപ്പം പലരും എന്നെ അറിയണം, എൻ്റെ പേര് പ്രസിദ്ധമാണ്, എനിക്ക് വൈറലാവണം, അങ്ങനെയാണ്. ഇപ്പം പഴയ കാലത്തെ പദങ്ങളല്ല, പുതിയ കാലം അങ്ങനെയാണ്, വൈറലാണ്. അത് മറ്റുള്ളവൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ടായാലും വേണ്ടിയില്ല, മറ്റുള്ളവരുടെ പോക്കറ്റുകളിൽ നിന്ന് പണം വലിക്കുന്നതായാലും വേണ്ടിയില്ല, അവൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞുകൊണ്ടതായാലും വേണ്ടിയില്ല, ഉടുവസ്ത്രങ്ങൾ അഴിച്ചിട്ട് കൊണ്ടായാലും വേണ്ടിയില്ല, വൈറലാവണം. അപ്പോൾ അവിടെ സാംസ്കാരിക പാരമ്പര്യമോ മതപരമായ ആധ്യാത്മിക വിചാരങ്ങളോ ആത്മീയ ചിന്തകളോ ഖുർആൻ ഹദീസിൻ്റെ കൽപ്പനകളോ ഒന്നുമില്ല. എനിക്ക് പ്രസിദ്ധനാവണം, ഭരണം വേണം, ആ ഭരണം കൊണ്ട് എല്ലാവരെയും ആ ഭരണം കൊണ്ട് അടിച്ചമർത്തണം. ആ മറ്റുള്ള ആളുകളുടെ കൈകളില്ലാത്തത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനതിനെ അടിച്ചമർത്തും, കയ്യൂക്കുള്ളവനാണ് ഞാൻ, അതുകൊണ്ട് ഞാനാണ് കാര്യക്കാരൻ എന്ന പഴയ ആ തത്വം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊന്നുള്ള ഹുബ്ബുൻ നിസാ എന്ന് പറയും. അത് സ്ത്രീകൾ, ഈ മണ്ണും പൊന്നും സ്ത്രീകളും ഒക്കെ മനുഷ്യൻ്റെ ദുർബലതയായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എത്ര ഉയർന്ന ആളുകളും തകർന്നടിയെന്ന് നമ്മൾ കണ്ടു കാണും. വലിയ രാഷ്ട്രത്തലവന്മാർ പോലും ഇപ്പോൾ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ അവരുടെ അഭിമാനം ക്ഷതപ്പെട്ടുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി മാത്രം ഈ രംഗത്ത് വളരെ ക്രൂരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, ബാലികമാരെ, പ്രായപൂർത്തിയാകാത്ത ബാലികമാരെ പീഡിപ്പിച്ചത്, അതുപോലെ തന്നെ ക്രൂരമായ വിനോദങ്ങൾ നടത്തിയത്, ഇതൊക്കെ എന്തിൻ്റെ പേരില്ല? മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണത്. എത്ര ഉയർന്നവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും എല്ലാവരെയും പിശാചി ഈ പെണ്ണിൻ്റെ, മണ്ണിൻ്റെ, സ്വർണത്തിൻ്റെ, പ്രസിദ്ധിയുടെ, സമ്പത്തിൻ്റെ പേരിൽ നമ്മളെയൊക്കെ ഒരു ദൂഷിത വലയമായിക്കൊണ്ട് നമുക്ക് ചുറ്റും എപ്പോഴും അതുണ്ടായിരിക്കും. അവിടെ വിശ്വാസിയെ സംബന്ധിച്ച് അവരവിടെ പിടിച്ചു നിൽക്കുക. അതുകൊണ്ടാണല്ലോ 7 തണൽ നൽകുന്ന കൂട്ടരിൽ ഒരു ചെറുപ്പക്കാരൻ, സുന്ദരിയായ ഒരു സ്ത്രീ നമ്മളെ ക്ഷണിച്ചു, എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? അതിന് വഴിപ്പെട്ടില്ല. അതുപോലെ തന്നെ ഇനി അഹാഫുള്ള എന്ന് പറഞ്ഞാൽ അവന് തണലാണെന്ന് പറയാൻ കാരണം അതാണ്. ആർക്കും തണൽ കിട്ടാത്ത അള്ളാഹുവിൻ്റെ 7 കൂട്ടർക്കുള്ള തണലിൽ അവൻ പെടും. പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പെടും, അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് പിരിഞ്ഞ ആളുകൾ പെടും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളുടെ ലിസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് സംസ്കരിക്കപ്പെടണമെങ്കിൽ, ഇത്തരം ചിന്തകൾ വരണമെങ്കിൽ, ഞാൻ ഇപ്പറഞ്ഞ ഈ മനുഷ്യ ദൗർബല്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തനാകണം. അതിന് പറ്റിയൊരു സുവർണ അവസരമാണ്. നമുക്കൊരുപാട് വാഗ്ദാനങ്ങൾ നൽകി. അത് വർഷത്തിലൊരിക്കൽ വരും. അയ്യാമ മഅദൂദാത്ത് എന്നാണ് പറഞ്ഞത്, കുറഞ്ഞ ദിവസം. കഴിഞ്ഞ തലമുറയിലെ അല്ലെങ്കിൽ സലഫ് സാലിഹീങ്ങളായ ആളുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിദാ ഷഹ്ർ റമളാൻ, നിനക്ക് വിട എന്ന് പറഞ്ഞപ്പോൾ തന്നെ അടുത്ത മാസം മുതൽ അല്ലാഹുമ്മ ബല്ലിഗ്നാ ഷഹ്ർ റമളാൻ, പടച്ചവനെ അന്ന് ഞാൻ ഉണ്ടാകണം. അടുത്ത റമളാനിൻ്റെ അനുഗ്രഹങ്ങൾ, പുണ്യങ്ങൾ വാരിക്കൂട്ടുമ്പോൾ വസാരിഊ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർളി ഉഇദ്ദത ലിൽ മുത്തഖീൻ. വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആകാശഭൂമികളോളം വിശാലമായ, അത്രയും വിശാലമായ സ്വർഗത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ധൃതി കാണിച്ചു പോകൂ. അപ്പോൾ അന്നേ അവർ പ്രാർത്ഥിക്കും,
ആര് പ്രാർത്ഥിക്കും? സലഫ് സാലിഹ്യങ്ങളായ ആളുകൾ. നമ്മളും യാത്ര അയച്ചാൽ അടുത്ത ആ അതിഥിയെ പ്രതീക്ഷിച്ചുകൊണ്ട്. കാരണം ഏറ്റവും വലിയ അൽഹംദുലില്ലാ നമ്മൾ പറയേണ്ടത് ഈ റമദാനിന് നമ്മൾ സാക്ഷികളാകാൻ എനിക്ക് ഭാഗ്യം തരേണ്ടത് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഭാഗ്യം ലഭിച്ചാൽ ഏറ്റവും വലിയ സൗഭാഗ്യവന്മാരാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുള്ള ആളുകളുണ്ടോ? ഇല്ലല്ലോ. പലരും മരിച്ചുപോയി, പലരും രോഗശയ്യയിലാണ്, പലർക്കും ഇബാദത്തിനുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് എനിക്ക് ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, ചലിക്കാൻ കഴിയും, പള്ളിയിലെത്താം, തറാവീഹിൽ കൂടാം, എൻ്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് സദക്കുകൾ കൊടുക്കാം, ആത്മീയ സദസ്സുകൾ ഹാജരായി അള്ളാഹുവിൻ്റെ കലിമത്ത് എന്താണെന്ന് കേൾക്കാനുള്ള സുവർണ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. അൽഹംദുലില്ലാ. ബല്ലിഗ്നാ ഷഹ്ർ റമളാൻ, പടച്ചവനെ ഷഹ്ർ റമളാൻ എനിക്ക് നൽകണം. അതിലുള്ള ഓഫറുകൾ നമുക്കറിയാം. പാപങ്ങൾ കഴിഞ്ഞതൊക്കെ പൊറുക്കും. ഈമാൻ ഇഹ്തിസാബോടുകൂടി ഖിയാമുൽ ലൈലിൽ ഹാജരായാൽ, തറാവീഹിൽ നിന്നാൽ, പള്ളികളിലെ നമസ്കാരങ്ങളിലും ജമാഅത്തുകളിലും നിന്നാൽ, ഈ തിലാവത്തുൽ ഖുർആനിലേക്ക് പോയാൽ, അസ്സൗം വസിയാം വൽ ഖുർആൻ തശ്ഫഅാനിന, രണ്ട് ഷഫാഅത്ത് ചെയ്യും. ഖുർആൻ പാരായണം അത് ഇറങ്ങിയ മാസമാണ്. അതുപോലെ നമ്മളുടെ ഈ ഖിയാമുൽ ലൈലിലെ അത് നമ്മളെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. നോമ്പ് അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അസ്സൗമുലി വാന അജ്സീബ്. ഇങ്ങനെയുള്ള ഒരുപാട് റയ്യാൻ എന്ന കവാടം തുറന്നു തന്നു. ഏറ്റവും വലിയ സുവർണാവസരമായിട്ട് ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത്ത് അബ്വാബുൻ നാർ വസുഫിദത്ത് ഷയാത്തീൻ. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇതിനു പറ്റിയ അവസരം നന്നാവാൻ പിന്നെ ഏതാണുള്ളത്? അതായത് ആ സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു എന്നതുപോലെ നരക കവാടങ്ങൾ അടച്ചിരിക്കുകയാണ്. പുറമെ നിങ്ങൾ ഫിത്നയിലും ഫസാദിലും ആക്കുന്ന പിശാചുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കിയവർ, വെള്ളം കുടിക്കാത്തവർ, മറ്റ് വിചാരങ്ങളെ തൽക്കാലത്തെങ്കിലും നിർത്തിയ ആളുകൾ, അവർക്കുള്ള മാസമാണിത്. അത് ഷഹ്റു തൗബയാണ്, പശ്ചാത്തലത്തിൻ്റെ മാസം. ഷഹ്റുൽ മഗ്ഫിറയാണ്. അതുപോലെ തന്നെ ഈ പാപമോചനത്തിൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണത്. റയ്യാൻ എന്ന കവാടത്തിലൂടെ ആർക്കുമല്ലാത്ത ഈ നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കുന്ന ആ സ്വർഗവാതിൽ സായിബീങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടും നമ്മൾ ഭൗതികമായി മാത്രമാണ് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ സംസ്കരണത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ വികാരങ്ങളൊക്കെ നമ്മൾ ഹഖദ്, അസൂയ, വിദ്വേഷം, പക, ഈ മാസം വരുമ്പോഴെങ്കിലും നമുക്ക് അള്ളാഹ് പുറത്തു തരണമെങ്കിൽ, ആരോടെങ്കിലും ദേഷ്യം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. അതിൻ്റെ മുമ്പ് മനസ്സിൽ നിന്ന് വിട്ടകന. അങ്ങനെ കടന്നുറങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗാവകാശികളായി മാറി യാതൊരു സംശയമില്ല. ഇത്തുക്കുമ്മിനാർ, നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് കിട്ടും. അതുകൊണ്ട് അവസാനം എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നൊരു വിശ്വാസി നോമ്പനുഷ്ഠിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഈ വർഷമെങ്കിലും എനിക്കൊരു തിലാവത്തുൽ ഖുർആൻ പൂർത്തിയാക്കണം. അത് കഴിയുമെങ്കിൽ അതിൻ്റെ തർജ്ജമയോടുകൂടിയ ആശയം മനസ്സിലാക്കി എനിക്ക് ചെയ്യണം. എല്ലാ പാപങ്ങളിൽ നിന്ന് ഞാൻ എനിക്കൊരുപാട് സ്വഭാവങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ മതി. നമ്മളുടെ ഓരോരുത്തർക്കുള്ള തെറ്റുകളും കുഴപ്പങ്ങളും നമുക്കറിയാം. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം, അത് മാറ്റിയെടുക്കാൻ ഞാൻ ഈ റമളാനിനെ പരിശീലിപ്പിക്കും എന്ന് ഞാൻ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഏത് കാര്യങ്ങളിലാവട്ടെ, അങ്ങനെ എന്ത് ദോഷങ്ങളും ദൂഷ്യങ്ങളും ഉണ്ടോ അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു, വതസവ്വദു ഫൈന ഖൈറ സാദി തഖ്വ, നിങ്ങൾ ഒരുങ്ങുവീൻ, ഏറ്റവും ഭക്ഷണം ഒരുക്കുക എന്നുള്ളതാണ്. തസവ്വദ് പറഞ്ഞ പാധേ എന്നാണ് മലയാളത്തിൻ്റെ ശുദ്ധമായ ഭാഷ. യാത്രാ ഭക്ഷണം. നമ്മൾ യാത്രക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ലഗേജുകൾ ഒക്കെ ഒരുക്കി. പക്ഷേ അവിടെ തന്നെ പറഞ്ഞു ഫൈന ഖൈറ സാദി അത്തഖ്വാണ്, ഏറ്റവും നല്ല ഒരുക്കം അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രാ ഭക്ഷണം അല്ലെങ്കിൽ മുന്നൊരുക്കം എന്ന് പറയുന്നത് ഭക്തിയാണ്. അതിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നോമ്പും ഓരോ സക്കാത്തും ഹജ്ജും തിലാവത്തുൽ ഖുർആനും സദഖയും ആത്മീയ സദസ്സുകളിൽ ഹാജറാകളും ദിക്ർ ദുആകൾ ഇസ്തിഗ്ഫാറുകൾ എല്ലാം സർവസ്വവും അള്ളാഹുവിനുള്ളതാവുന്നു എന്നുള്ള ആ വിശ്വാസം വരുമ്പോൾ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടും. ഇതൊക്കെ മാറ്റിവെക്കുക. ആ മാറ്റിവെക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടും. അതിന് പ്രധാനമായി അക്സറുമായി ദഖലുന്നാസുൽ ജന്ന എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് തഖ്വ, രണ്ട് ഹുസ്നുൽ ഖുലുഖ്. ഒന്ന് ഭക്തിയാണ്, രണ്ടാമത്തെ നല്ല സ്വഭാവം. ഇതിന് മാറ്റി നമ്മൾ എന്തെങ്കിലും ദൂഷ്യങ്ങൾ ദുസ്വഭാവങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ റമളാൻ നമ്മുടെ മുമ്പിൽ വന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2-3 ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നൊരു ഹദീസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നബി ആമീൻ പറഞ്ഞത്? മിമ്പറിൽ കയറിയപ്പോൾ അങ്ങനെ ജിബ്രീൽ ആണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത്താഹു റമളാൻ ഫല യുഗ്ഫർ ലഹു, റമളാൻ വന്നു, അള്ള പുറത്തു തരൂല. അങ്ങനെ പൊറുക്കപ്പെടാതെ പോയ ഒരു റമളാനായിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ ദുര്യോഗവും ദുരന്തവും മറ്റാർക്കാണുള്ളത്? അപ്പോൾ എനിക്ക് പുറത്തു തരണം. മറ്റൊന്നുള്ള മാതാപിതാക്കൾ, പ്രായമായ ആളുകൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല, കാരണം അവരെ കൃത്യമായി നോക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ അല്ലെങ്കിൽ നബിയെ സ്മരിച്ചപ്പോൾ സലാത്ത് ചെല്ലാത്തവനാണെന്നാണ്. സലാത്ത് ചെല്ലണം. മൻ സല്ല അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റൻ, അത് 70, 700, 7000 ആക്കി മാറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സലാത്തുകളൊക്കെ നമ്മൾ ചെല്ലണം. അതിന് നമുക്ക് വമ്പിച്ച പ്രതിഫലങ്ങളുള്ളതാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ദൗർഭാഗ്യവന്മാർ നമുക്ക് വരാൻ പാടില്ല. ഈ റമളാൻ എൻ്റെ പാപം പൊറുക്കണമെന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷഫായത്ത്, ഖുർആനിൻ്റെയും റമളാനിൻ്റെയും ഷഫായത്ത് നമുക്ക് കിട്ടണം. ഓരോ ജുമുഅകളും നമുക്കറിയാം, ഒരു ഹദീസിലുണ്ട്, വസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനിബത്തിൽ കബായിർ എന്ന ഒരു ഹദീസ്. ആ ഹദീസുള്ളത് 5 വക്ത നമസ്കാരം. നമ്മളിങ്ങനെ സുബഹി, ലോഹർ, അസർ, മഗ്രിബ്, ഇശാ നമസ്കരിക്കുന്നുണ്ടല്ലോ. അത് വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഓരോ നമസ്കാരത്തിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ അവന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒന്നുണ്ടാക്കുന്നതോടുകൂടി തന്നെ. എന്നതുപോലെ ഒരു ജുമുഅ നമ്മൾ വളരെ ആത്മാർത്ഥമായി നേരത്തെ പള്ളിയിലെത്തി, അതിൻ്റെ ഷർത്തും ഫർളുകൾ നമ്മൾ കുളിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, അങ്ങനെ നമ്മൾ ഖതീബിൻ്റെ പ്രസംഗം അത്യന്തം ശ്രമിച്ചു, അത് ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിച്ചു, ചെയ്തു നോക്കി പരമാവധി. അങ്ങനെയാണല്ലോ വത്തഖുല്ലാഹ മസ്തതഅ്തുന്നാണ്, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയുന്നവരായി നിങ്ങൾക്ക് മാറാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷഫായത്ത് എനിക്ക് കിട്ടണം. അപ്പോൾ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ എനിക്ക് പാപം പൊറുക്കണം. റമളാനും ഇല്ല റമളാൻ, ഒരു റമളാനിന് ശേഷം അടുത്ത റമളാൻ വരെ, ഒന്നിന് നമ്മൾ വിദാനിയ ഷഹർ റമളാൻ എന്ന് പറഞ്ഞ് യാത്ര അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാപം പൊറുക്കണം, നമുക്ക് പ്രതിഫലം കിട്ടണം, റയ്യാനിലൂടെ നമുക്ക് പോകണം, സ്വർഗാവകാശികളായി മാറണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ യഥാർത്ഥ മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാന, അത് ദേഹേച്ഛകൾ തന്നെയാണ്. മനുഷ്യൻ്റെ ഇച്ഛകൾ അവരെന്ത് ചെയ്യുന്നു? എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ. ആ ഭക്ഷണത്തിൽ നിന്ന് തൽക്കാലങ്ങളൊന്ന് മാറി നിൽക്കും. അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യപരമായി ദോഷങ്ങളൊന്നുമില്ല. മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള ഇഞ്ചക്ഷൻ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. രോഗികളായ ആളുകൾക്ക് പ്രത്യേകമായ ഇളവുകളും പലതുമുണ്ട്. പ്രായമായ ആളുകൾക്ക് ഒരിക്കലും നോറ്റ് വീട്ടാൻ കഴിയാത്തവർക്ക് ഫിദിയ കൊടുത്താൽ മതി. രോഗാവസ്ഥ യാത്രക്കാർക്ക് അങ്ങനെ കുറേ ഇളവുകളുണ്ട്. അതുപോലെ ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന സ്ത്രീകൾക്ക്, പ്രയാസപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഫിദിയ കൊടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ള അവസരങ്ങൾ അതിനുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അല്ലാത്തവർക്ക് സാധാരണഗതിയിൽ അവർക്ക് നിർബന്ധമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ നോമ്പിൻ്റെ ഹുക്കുമുകളൊക്കെ നമുക്ക് പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തെറ്റുകൾ, നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മിൻ സയ്യിആതി അഅ്മാലിനാ, അതായത് നമ്മുടെ അടുക്കൽ നിന്ന് വരുന്ന ദോഷങ്ങൾ, അതിപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന ദോഷങ്ങൾ, നമ്മൾ തന്നെ ചെയ്യുന്ന ഷെറുകൾ, ഇതിൽ നിന്നൊക്കെ അല്ലാഹുവേ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ആ പ്രാർത്ഥന സംസ്കരണത്തിൻ്റെ ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, എനിക്ക് നീ നിൻ്റെ ഭക്തിയെ തരയണമേ നാഥ, വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, എന്നെ സംസ്കരിക്കണം, നീയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ സംസ്കരിക്കുന്നവൻ. അപ്പം പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സഹാബികളെ. അതുകൊണ്ടാണ് സംസ്കരണത്തിൻ്റെ ഉത്തമ മാതൃകളായി അവർ ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ അവർ സാധിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല പിതാവ്, ഖലീഫയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നല്ലോ. അപ്പോൾ ചോദിച്ചു, 2 പരുക്കൻ വസ്ത്രങ്ങളായിട്ടത്, ഇതൊന്നും മാറ്റിയിട്ട് കുറച്ചും കൂടി സോഫ്റ്റായത് ഇട്ടൂടെ എന്ന് ചോദിച്ചു. അങ്ങ് ഖലീഫ അല്ലേ,
അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് തിരിച്ചു മറുപടി പറഞ്ഞത്? നിങ്ങൾക്കറിയോ, ലോകത്തിന് അവതീർണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കഴിവും എന്തും ആളുകൾ നൽകാൻ, സമ്മാനങ്ങൾ നൽകാനൊക്കെ ഉണ്ടായിട്ടും വളരെ പരുക്കൻ വസ്ത്രങ്ങൾ അണിഞ്ഞ്, അതുപോലെ പലപ്പോഴും പട്ടിണി കിടന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്നാണ് മകളോട് ചോദിക്കുന്നത്, ആണ് മരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉമറിനും ആ സ്വർഗത്തിലേക്കാണ് പോകേണ്ടത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ സംസ്കരണമാണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത്. അത് തന്നെയാണ് നമുക്ക് ഓരോ റമളാനും നമുക്ക് നൽകേണ്ടത്. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അല്ലദീ ബലഗ റിസാലത വഅദ്ദൽ അമാന വനസഹൽ ഉമ്മ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതം നയിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. എത്രയോ ആളുകൾ നമ്മൾ റമദാൻ വരുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭൗതിക വിഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചത്. വീട്ടിലെ ഉമ്മമാരും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ എങ്ങനെ നമുക്ക് ഈ റമദാനിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതിലേക്ക് തയ്യാറായി. ചില ആളുകൾ വീടൊക്കെ മൂടി പിടിപ്പിച്ചു. പക്ഷേ അതേ അടിസ്ഥാനത്തിൽ ഇതിനൊന്നും സൗകര്യമില്ലാത്ത എത്രയോ ആളുകൾ ലോകത്തിൻ്റെ നാനാ ഗസയെ പോലുള്ള നമുക്കറിയാലോ, ചികിത്സല്ല, ഒരു നേരം അത്താഴല്ല കഴിക്കാൻ, ഇഫ്താറില്ല, ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ഭാഗം അവരുടെ കയ്യിലില്ല. അങ്ങനത്തെ ആളുകൾ ചോദിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, എങ്ങനെയാണ് ഞങ്ങൾ നോമ്പ് നോൽക്കേണ്ടത്? ഞങ്ങൾക്ക് നോൽമ്പ് മാറ്റാൻ പ്രതിഫലം ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ നമ്മൾ നടത്തുന്ന ഇഫ്താർ പാർട്ടികളിൽ ബാക്കിയായതുണ്ടായാൽ മതി അവർക്കൊരു കൊല്ലം കഴിയാൻ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞ മുസ്ലിം ലോകം ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഭൗതികമായി നമുക്ക് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ഞാനും കുടുംബവും കഴിഞ്ഞുകൂടുന്നു. എനിക്ക് ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ നമ്മളെ ഈമാൻ പിടിപടിയായി ഉയർന്നു പോകും. അതാണ് അല്ലെ ഈമാൻ യസീദു വ യൻഖുസു, അതാണല്ലോ, അത് ഉയർന്നു പോകും. അപ്പം നേരത്തെ പറഞ്ഞ സമ്പത്ത്, സ്ത്രീ, അതുപോലെ തന്നെ പ്രശസ്തി, ഇങ്ങനെയുള്ള അഹങ്കാരം പോലുള്ള മനുഷ്യൻ്റെ ദൗർബല്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം, അത് ഈ റമദാനിൽ എൻ്റെ മനസ്സ് സംസ്കരിക്കപ്പെട്ട മനസ്സായി മാറണമെന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കും. അത് നമ്മൾ എടുക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സ് ആത്മാർത്ഥമായിരിക്കണം. ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവസരം നൽകണമേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. യാതൊരു സംശയമില്ല. എനിക്ക് ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, എനിക്ക് അറബി അറിയില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. അറബി അറിയണമെന്നില്ല, അതിൻ്റെ ഒരുപാട് തഫ്സീറുകളുണ്ട്, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. മുമ്പൊക്കെ നമുക്കൊരു മതപരമായൊരു വിവരം അറിയണമെങ്കിൽ ഒരുപാട് ആളുകളെ ആശ്രയിക്കണം. ഇന്നതൊന്നും വേണ്ട, സാങ്കേതികമായി നമ്മളൊരുപാട് വളർന്നു. പക്ഷെ ആ സാങ്കേതികതയുടെ കെടുതികളാണ് നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റമദാനിൽ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്, ഞാനൊക്കെ പ്രസംഗിച്ചിരുന്നത്, നിങ്ങൾ വീട്ടിലെ TV ചാനലൊക്കെ റമദാനിന് ഓഫാക്കണമെന്ന്. അപ്പം അത് പോരാ. ഇപ്പം വിരൽത്തുമ്പിലാണ് ലോകത്തിലുള്ള മുഴുവൻ സാധനങ്ങളുള്ളത്. അത് നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഉപയോഗിക്കും. പക്ഷേ അധികം ചെറുപ്പക്കാരികളുമൊക്കെ ഈ ദോഷകരമായ ഒരുതരം റീൽസിൻ്റെ കാലഘട്ടം എന്ന് പറയുവാണെങ്കിൽ സ്ക്രീൻ ഏജിലാണ് നമ്മളൊക്കെ. അപ്പോൾ റീൽസ് ഇല്ലാതെ ഒരാൾക്ക് ഒരു ദിവസം നീങ്ങാൻ വയ്യ. നോമ്പോല് 2-3 ദിവസം നോൽക്കും, പക്ഷെ റീൽസ് വേണം. അവർക്കിതിങ്ങനെ റോള് ചെയ്തുകൊണ്ടിരിക്കണം. അത് ആർക്ക്? ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക്
കാരണം ഉമ്മമാരൊക്കെ അവരങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊരു മിനിറ്റ് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇതിങ്ങനെ ഓൺലൈനാണ് കൊടുക്കും. അവർ ഗെയിംസിലാണ്, വേറെ പലയിലുമാണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാന കരുതികൾ. അപ്പോൾ അതിൽ നമ്മളെ കണ്ണിനും മനസ്സിനും ഹൃദയത്തിനും ശരീരത്തിനും ഒക്കെ ഒരു ആശ്വാസം കിട്ടാൻ പറ്റിയ, ഒരു മാറ്റം വരുത്താൻ പറ്റിയ ഒരു സമയമാണ് റമദാൻ. ഇപ്പം നമ്മൾ എടുക്കേണ്ട ആ ഒരു പ്രതിജ്ഞയാണ്. എങ്ങനെ? ഞാനിപ്പോൾ സ്ക്രീൻ ടൈം എൻ്റേത് ഒരു ദിവസത്തെ ഒരു 8 മണിക്കൂർ എന്തെങ്കിലും ഒരു മനുഷ്യന് ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മണിക്കൂറിൽ വളരെ കുറഞ്ഞ സമയം അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ, അല്ലെങ്കിൽ ചില ആളുകളുടെ ഇപ്പോൾ ഖുർആൻ സ്ക്രീനിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് മുസാഫെടുത്ത് ഓതാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അല്ലാതെ കഴിയുന്നു നമ്മൾ മുസഹഫുകളിൽ തന്നെ പാരായണം ചെയ്ത ഭക്തിയോടുകൂടി ആ രീതിയിൽ പോകുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആത്മാർത്ഥത നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കഴിയുന്നതും ഇതിൻ്റെ സമയം ഞാൻ കുറക്കും, വിനോദത്തിൻ്റെ സമയം കുറക്കും, അതിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ആ പഠനം അത് അടിസ്ഥാനപരമായിക്കൊണ്ട് തന്നെ എനിക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കും എൻ്റെ കുടുംബത്തിനൊക്കെ മാറ്റം വരണം. അപ്പോൾ അങ്ങനെയല്ലാതെ ഇനി മാറാൻ സാധ്യമല്ല. ഒരാളെയും ശ്രദ്ധിക്കുന്നില്ല. പഴയ കാലഘട്ടത്തിലെ ഒരു പ്രബോധന രീതി തന്നെ ഇപ്പോൾ റമദാനിൽ പോരാ. കാരണം ആളുകൾക്ക് ഈ 10, 15, 20 മിനിറ്റ് ഒന്നും കേൾക്കാനുള്ള ഒരു ക്ഷമയില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമ നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ചുറ്റുഭാഗം നമ്മൾ ആകർഷിക്കുന്ന നമ്മുടെ കൈകളിലുള്ള ഈ സ്ക്രീനിലുള്ള ഈ ഓൺലൈനിലുള്ള സാധനങ്ങളൊക്കെ നമ്മളെ മനസ്സിനെ ക്ഷീണിപ്പിക്കാൻ, നശിപ്പിക്കാൻ, ബുദ്ധിയെപ്പോലും വികസിപ്പിക്കുന്നില്ല. നല്ല കാര്യങ്ങൾക്കല്ല, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ അതിനു വേണ്ടി ഇല്ല, എൻ്റെ ടൈം ഞാൻ കുറച്ച് കുറക്കും. അത് ആത്മീയ ചിന്തകൾ ഞാൻ പള്ളികളിൽ ക്ലാസ്സുകളിൽ ഹാജരാകും, ഖുർആൻ പാരായണം ചെയ്യും, ഹദീസുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കറിയാവുന്ന നെഗറ്റീവായ കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് പാടില്ലാത്തത്. പക്ഷെ അത് ചില ആളുകൾക്ക് ഇഷ്ടമല്ല. നീ വല്ലാതെ കളവ് പറയുന്നുണ്ടെന്ന് ഒരാളോട് നമ്മൾ പറഞ്ഞ ആൾ സമ്മതിക്കൂല. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ കളവുകളുടെ എണ്ണം വെറുതെ എഴുതിയൊക്കെ നമ്മൾ മാത്രം അറിയാൻ, നമുക്ക് കറക്റ്റ് ചെയ്യാനാണ്, അത് തിരുത്താനാണ്. അപ്പോൾ കളവ് പറയുന്നവനാണ് നീ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഈഗോ വർക്കൗട്ട് ആകുകയാണ് അവിടെ. അവൻ അത് സമ്മതിച്ചു കൊടുക്കില്ല. അതെല്ലാവരോടും അങ്ങനെയാണ്. അപ്പോൾ സംസാരം ഒന്ന് കുറക്കണം. കളവ് പറയുന്നിടത്ത് പരമാവധി ഒഴിവാക്കി നമുക്ക് വരാൻ കഴിയണം. അതുപോലെ തന്നെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം ഒന്ന് കുറച്ച് കൊണ്ടുവരണം. റമദാനിനെ പറ്റിയ മാസമാണ്. പക്ഷെ ചില ആളുകൾക്ക് റമദാനിലാണ് ദേഷ്യം കൂടുക. അവർക്ക് വിശപ്പ് ക്ഷീണവും ഒക്കെ ആയിട്ട് എന്തിനാണ് ഞാൻ നോമ്പ് മാറ്റത് എന്നവർ മറന്നു പോകും ഇടക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥമായ നോമ്പിൻ്റെ ആ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ റമദാനായി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എനിക്ക് എത്തണം, തിരുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തിരുത്തും. എൻ്റെ മനസ്സ് സംസ്കരിക്കപ്പെട്ട അതിൻ്റെ വിവിധ മാനങ്ങളിലൂടെ ഖുർആനോദി, അതുപോലെ തറാവീഹുകളിലൊക്കെ കൃത്യമായി നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, എല്ലാവർക്കും അത് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ ആ കഴിയുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് മറ്റുള്ള വീട്ടിൽ ഒരു ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം റമദാനാണ്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ എല്ലാം ജായിസാണെന്നല്ല അതിൻ്റെ അർത്ഥം, എല്ലാം അനുവദനീയമാണെന്നല്ല. ഇസ്ലാമിക സംസ്കാരത്തെ മറ്റുള്ള സമൂഹങ്ങൾ നോക്കിക്കാണുന്ന ഒരു സമയം. ഇപ്പം നമുക്ക് ഒരു ഇളവുണ്ടെന്ന് കൂട്ടിക്കോളി എന്ന് വെക്കുക. ഞാൻ യാത്രക്കാരനാണ്, പക്ഷേ ഞാൻ മുസ്ലിമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും മറ്റുള്ള ആളുകൾക്കിടയിൽ ആ റമദാനിൽ ഞാൻ യാത്രക്കാരനായതുകൊണ്ട് എനിക്ക് പരസ്യമായി ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു നടക്കാം എന്നല്ല ഇതിൻ്റെ അർത്ഥം. അവിടെ നമ്മളുടെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ഇസ്ലാമിനെ പറ്റി മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ധാരണ നല്ലൊരു ധാരണയാക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നൊരു ദ്രോഹമായിരിക്കും അത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് റമദാനിലൊക്കെ ഒരു വലിയ ഈ പിശാചി ഈ സമയം അതിൻ്റെ മുമ്പ് അവൻ വർക്കൗട്ട് ചെയ്ത് വെക്കും. എല്ലാ തിന്മകൾക്കുള്ള ചാൻസ് ഈ റമദാനിൽ വെക്കും. നല്ല വലിയ പന്ത് കളികൾ, മഗ്രിബ് ഇശാഇൻ്റെ സമയത്ത് സ്റ്റേഡിയത്തിൽ ഫ്ലഡ്ലിറ്റ്, അതുപോലെ പുതിയ സിനിമ റിലീസിങ്ങുകൾ, അതുപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം വിനോദോപാധികളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടോ അതൊക്കെ റമദാനിൽ കൊണ്ടേ അതിൻ്റെ പവിത്രത കളഞ്ഞു കുളിക്കാൻ. അവിടെയാണ് ആമൻതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്, പ്രതിനിധിയാണ്.
ഖൈറു ഉമ്മൻ്റെ പ്രതിനിധിയാണ്, ഉത്കൃഷ്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, ഈ സമയം ഞാനതിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ, മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ സംസ്കരിക്കപ്പെട്ടവരായി ഇൻഷാ അല്ലാഹ് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു റമദാനിനെ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്ന റമദാനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും ICUവിലാണ്, അതുപോലെ വെൻറ്റിലേറ്ററിലാണ്. മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവർക്കൊക്കെ പള്ളികളിൽ ഹാജരാകണം, നമ്മുടെ ഇതിനൊക്കെ പിന്നെ ഇബാദത്തെടുക്കണം, റമദാനിൽ അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച ആളുകളാണ്. പെട്ടെന്നാണ് പലരും കുഴഞ്ഞു വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ഇബ്രാഹിക്കയുടെ തന്നെ ഭാര്യ സഹോദരി ആയിഷ എന്ന് പറയുന്നവർ കിംസിൽ അഡ്മിറ്റിലാണ്, അതിഗുരുതരമായ രോഗാവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അള്ളാഹു ഇൻഷാ അള്ളാഹ് സ്വീകരിക്കും. അവർക്കും അവരുടെ രോഗം ശിഫയാവുകയും അവർക്കും കുടുംബത്തിനും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അതുപോലെ പ്രയാസപ്പെടുന്ന എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഒന്ന്, സംസ്കരണത്തിൻ്റെ ദിവ്യ വെളിച്ചം ഖുർആൻ പ്രഭാഷണ പരിപാടി നടക്കുന്നുണ്ട് KNM മണ്ഡലം തോറും. അതിൽ പറങ്കാടുമൂട് ജംഗ്ഷനിൽ വെച്ചിട്ട് 6 മണിക്ക് 14-ാം തീയതി ശനിയാഴ്ച നാളെ ഇൻഷാ അല്ലാഹ് അബ്ദുൾ റഷീദ് ചളവറ എന്ന് പറഞ്ഞ ആൾ ക്ലാസ് എടുക്കുന്നതാണ്. 15-ാം തീയതി ഞായറാഴ്ച പന്മന അൽബയാൻ ഗ്രൗണ്ടിൽ സജ്ജാദ് സഖാഫി 6 മണിക്ക് മുനീർ സലായി കാരക്കുന്ന് ഇവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഇത്തരം ഈ പള്ളിയുടെ എല്ലാ ശ്രമങ്ങളിലും എല്ലാവരും സഹകരിക്കുക. അതിന് പരമാവധി പള്ളിക്ക് കൊടുക്കുന്ന സംഭാവനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഈ റമദാൻ മാസമൊക്കെ സമാഗമാകുന്ന സാഹചര്യത്തിൽ ഇരട്ടി പ്രതിഫലം നമുക്ക് നൽകും. അതിനുവേണ്ടി ഇതിന് നടത്തുന്ന ആളുകളെ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അറിഞ്ഞുമറിയാൻ ചെയ്ത പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പാപങ്ങൾ കഴുകിക്കളഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തുന്ന വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൻ്റെ എല്ലാവിധ റഹ്മത്തുകളും അനുഗ്രഹങ്ങളും വർഷിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യമഹത്വം നേടി ഈ റമദാനിനെ യാത്ര അയക്കുവാൻ നമുക്കെല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصرنا على القوم الكافرين. ربنا تقبل صيامنا وقيامنا وصالح أعمالنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.